നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നെയ്യാർ ഡാമിലാണ്. അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഇത്തവണ വലിയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷമാണ് നെയ്യാർ ഡാമിൽ നടക്കുന്നത്. ഇനി 2 ദിവസം കൂടിയാണ് പരിപാടിയുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം പുതുവത്സര ദിനത്തെ വരവേൽക്കുന്ന ഒരു DJ പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി സംവിധാനമൊക്കെ അത്രയും കർശനമാക്കിയാലേ ഇതെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ നടപ്പാക്കാൻ പറ്റൂ. എന്തായാലും ഈ മാറ്റത്തിന് തുടക്കം കുറിച്ചത് ഇവിടുത്തെ AE ആണ്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം സർ. നമസ്കാരം. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നൊരു ചരിത്രത്തിൽ ആദ്യം എന്ന് തന്നെ വേണേൽ പറയാം ഈ ഒരു ക്രിസ്മസ് ആഘോഷം ഇങ്ങനെ വരുന്നത്. അതെ, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിക്കണമെന്ന് തീരുമാനിക്കേണ്ട ഒരു കാരണം എന്താണ് ശരിക്കും? ഇത് ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു കഴിഞ്ഞ വർഷം ഈ വർഷം മെയ്യിലാണ് വന്നത്. ഇപ്പോൾ ഏകദേശം 7 മാസമാണ് ആവുന്നത്. വന്ന ഉടനെയുള്ള ഒരു പ്രധാന ആഘോഷം എന്ന് പറയുന്നത് വർഷാവർഷമായി നടന്നു വരുന്ന ഒരു ഓണാഘോഷമാണ്, ഓണം വാരാഘോഷം. ഓണം വാരാഘോഷം സാധാരണ ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്നൊരു പരിപാടിയാണ്. അപ്പം ആ ഒരു ഓണാഘോഷത്തിന് കിട്ടിയ ഒരു വമ്പൻ വരവേൽപ്പ്, ഞാൻ വന്നൊരു 3 മാസത്തിനകത്ത് തന്നെ ഒരു വലിയൊരു മാറ്റം, ഞാനിത് ജനങ്ങളിൽ ഇത്രയും ആവേശമുണ്ട് എന്ന് കാണുന്നത് ആ സമയത്താണ്. അതാണ് എനിക്ക് കിട്ടിയ ഒരു പുത്തനുണർവ്. അതായത് നെയ്യാർ ഡാം എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ കേട്ട് വളരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂർ വന്ന സ്ഥലങ്ങളാണ്. അന്ന് കണ്ട കാഴ്ചകൾ, അതിമനോഹരമായ കാഴ്ചകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരുപാട് അവശതയിൽ നിൽക്കുന്നൊരു ഡാമിനാണ് അന്ന് കാണുന്നത്. കാട് വളർന്നു, ചെടികൾ കുറഞ്ഞു, പൂക്കളില്ല, അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളൊരു തീരുമാനം അന്നേ ഉണ്ട്. അപ്പം ഒരു ഓണാഘോഷം നടത്തി കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടുത്തെ നാട്ടുകാരിൽ നിന്ന് വന്ന ഒരു പ്രതികരണം, മാറ്റം വരുന്നുണ്ട് എന്നൊരു പ്രതികരണം വന്നു. അപ്പം ഈ നെയ്യാർ ഡാം എന്നതിപ്പം ഇന്ത്യയിലെ ഒരു 5700ഓളം വരുന്ന ഡാമുകൾ നോക്കുമ്പോൾ കേരളത്തിനകത്ത് തലയുയർത്തി നിൽക്കുന്നൊരു ഡാമാണ്. അഗസ്ത്യാർകൂടത്തിൽ നിന്ന് വരുന്ന വെള്ളം, 6 നദികളിൽ നിന്ന് വരുന്ന വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഒരുപാട് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നൊരു ഡാമാണ്. ഇതിന് വലിയൊരു പൂന്തോട്ടമുണ്ട്. ഈ ഒരു പൂന്തോട്ടം മനോഹരമാക്കാൻ പറ്റും എന്നൊരു ദൃഢനിശ്ചയം എനിക്കുണ്ടായിരുന്നു. ഇതിനൊരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വീണ്ടും മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇതിനെ നമ്മൾ കേരളത്തിലെ ഒരു സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെങ്കിൽ നെയ്യാർ ഡാമിൻ്റെ പേര് എപ്പോഴും നമ്മളിനെ കേൾക്കണം. ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഇവിടെ ഉണ്ടാവണം. ഈ ആഘോഷങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആഘോഷങ്ങൾ ചെയ്യുമ്പോൾ ആത്യന്തികമായി സംഭവിക്കുന്നത് ഒരുപാട് ആൾക്കാർ നെയ്യാർ ഡാം കാണാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, ഒരു അട്രാക്ഷൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നത്. അപ്പം ഇത് ഒരു ആലോചന ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ MLA ശ്രീ CK ഹരൻ അവരോട് സംസാരിച്ചു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചു, ഇവിടുത്തെ പഞ്ചായത്തുമായി സംസാരിച്ചു, നാട്ടുകാരുമായി സംവദിച്ചു. എല്ലാവർക്കും ഒരേ അഭിപ്രായം. ഇവിടുത്തെ രാഷ്ട്രീയമില്ല, മതമോ ജാതിയോ ഒന്നുമില്ല. നെയ്യാർ ഡാമിൻ്റെ ആഘോഷം നെയ്യാർ ഡാമിൻ്റെ സ്വകാര്യ അഹങ്കാരം പോലാണ്. തിരുവനന്തപുരം ജില്ലയിലെ സുപ്രധാന ഡാമാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ആഘോഷം 23-ാം തീയതി ഡിസംബർ 23 തുടങ്ങുന്നു. പക്ഷേ ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ എല്ലാ പഞ്ചായത്തും ബഹുമാനപ്പെട്ട MLAയും നാട്ടുകാരും സംഘടനാ സമിതിയും ചേർന്നിട്ട് തുടങ്ങുന്നത് തന്നെ 15-ാം തീയതിയാണ്. ഡിസംബർ 15-നാണ് എൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് തന്നെ. നമുക്ക് കിട്ടുന്ന ഒരു 7 ദിവസമാണ്. 15-ാം തീയതി സംഘടനാ സമിതി കൂടിയിട്ട് 23-ാം തീയതി തുടങ്ങണം ചെയ്യുമ്പോൾ നമുക്ക് 7 ദിവസമാണ് കയ്യിലുള്ളത്. ആ 7 ദിവസത്തിനകത്ത് ചെയ്ത അറേഞ്ച്മെൻറ്റ്സാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ ഇതിലും വിപുലമായി ചെയ്യാൻ പറ്റിയേനെ. പിന്നെ ഒരു തുടക്കമാണ്, ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഞങ്ങളെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾ കാണാൻ പറ്റുന്ന രീതിയിലും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലും ഒരുപാട് ദീപാലങ്കാരങ്ങൾ, ഡാം കംപ്ലീറ്റ് ഇപ്പം വൈദ്യുത ദീപാലങ്കാരങ്ങളാണ്. അതുമാത്രമല്ല, എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്ന് തോന്നി ഈ ഒരു ആഘോഷത്തിന്. സാധാരണ നടത്തി വരുന്ന ഒരു ജസ്റ്റ് ലൈറ്റ് മാത്രം ഇടുന്നത് മാത്രം പോരാൻ തോന്നിയിട്ടാണ് അഗസ്ത്യം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നത്. അഗസ്ത്യം എന്ന് പറയുന്നത് നമ്മൾ കാടിൻ്റെ ഒരു വശ്യത അനുഭവിച്ചറിയാൻ പറ്റുന്ന, നടന്ന് കയറി അറിയാൻ പറ്റുന്നൊരു സംഭവമാണ്. അത് നമ്മൾ ഡാമിനകത്ത് കയറിയാൽ ഡാം ടോപ്പിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മുളം കൂടുകളുടെ കൂട്ടമാണ് അവിടെ. നമ്മൾ ഇരിക്കുന്ന ഇതേ സ്ഥലം, ഈ ബെഞ്ചുകളും എല്ലാം മുളയാണ്. നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ഹരിതാപമായ ഒരു ഏരിയ. അവിടെ നമ്മൾ ഒരു ആർട്ടിഫിഷ്യലായിട്ടോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ട് മുളകൾ കൊണ്ട്, കയറുകൾ കൊണ്ട് തീർത്ത് ഇരിപ്പിടങ്ങൾ ഒരുക്കി ആൾക്കാർ നടന്നു കയറാനും ഒരു ചെറിയ ട്രക്കിംഗ് അനുഭവം. വള്ളിപ്പടർപ്പുകളുണ്ട്, മുളം കൂടുകളുണ്ട്, ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, റെസ്റ്റ് എടുക്കാം. നല്ലൊരു അനുഭവം. ഒരുപാട് പേർ നല്ല കമൻറ്റ് പറയുന്നുണ്ട്, ഒരുപാട് പേർ വന്ന് അനുഭവിച്ചറിയുന്നുണ്ട്.
ഇതൊന്ന് പ്രത്യേകതയായിട്ട് ഒരുക്കി. അതുപോലെ നെയ്യാർ ഡാമിൻ്റെ ഒരു പ്രധാന ആകർഷണം സ്പിൽവേ ആണ്. 4 ഷട്ടറുള്ള സ്പിൽവേ. അതിൽ വെള്ളം വരുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പാലരുവി പോലെ വരുന്ന വെള്ളമാണ്. അപ്പം അതിൻ്റെ ഒരു സീനറി, ഒരു ഫോട്ടോ ഫ്രെയിം പോലെ ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ അതിന് പ്രത്യേക ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോ ഫ്രെയിം പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് അതിലൂടെ ഫോട്ടോ എടുത്താൽ കൃത്യമായിട്ട് സ്പിൽവേ മാത്രം കവർ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് അതും തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 8 ദിവസമായിട്ട് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ ആണ്. ആൾക്കാർ ഇത് എടുക്കുക, അവിടെ സ്റ്റാറ്റസ് ഇടുക, എല്ലാവരും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു രംഗം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ ഇവിടുത്തെ ബിൽഡിങ്സ്, നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അസറ്റ്സ് വളരെ കൂടുതലാണ്. ഒരുപാട് ബിൽഡിങ്സ് ഈ ഡാമിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതിലൊരു ബിൽഡിങ്ങാണ് നമ്മുടെ ക്യാൻറ്റീൻ ഹാൾ, പഴയ ക്യാൻറ്റീൻ ഹാൾ. അതിനെ ഒന്ന് റിനോവേറ്റ് ചെയ്തെടുത്തു. അതിനൊരു ചെറിയൊരു വെഡ്ഡിങ് പവലിയനാക്കി. ചെറിയ ബർത്ത്ഡേ ഫങ്ഷൻസോ, ഗെറ്റ് ടുഗദേഴ്സ്, വെഡ്ഡിങ് പാർട്ടീസ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഇടമായിട്ട് അതിനെ മാറ്റി. അവിടെ നമ്മൾ അതിമനോഹരമായൊരു ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പെയിൻറ്റിങ്. നമ്മളിവിടെ അടുത്തുള്ള നമ്മുടെ ഈ നെയ്യാറിൻ്റെ ഒരു കലാകാരനാണ് മണികണ്ഠൻ. അത് ഒരു ജീവൻ തുടിക്കുന്ന ഒരു ഒരു പെയിൻറ്റിംഗ് ആക്കി മാറ്റിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ വൃന്ദാവനം എന്ന് പേരിട്ടിരിക്കുന്ന ആ ഒരു ഹാളിന് വൃന്ദാവനം ഗാർഡൻസിൻ്റെ തന്നെ ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തതാണ്. അപ്പം നാട്ടുകാരിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. ഈ 2 ദിവസം ഇന്ന് സ്റ്റേജിൽ കലാപരിപാടികളുണ്ട്. നാളെ ന്യൂ ഇയർ, അതായത് ഈ വർഷത്തിൻ്റെ അവസാന ദിവസമാണ്. ഈ അവസാന ദിവസം എന്ന് പറയുമ്പോൾ ഒരു പുതുവർഷത്തിലേക്കുള്ള ചൂടുവെപ്പ് കൂടെയാണ്. അതുകൊണ്ട് പതിവിൽ നിന്ന് വിപരീതമായിട്ട് നെയ്യാർ ഡാമിലെ ആദ്യത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് രാത്രിയിൽ നമ്മൾ ഒരു സമാധാനപരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. ഇതിൽ നെയ്യാർ ഡാമിൽ വരുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് ഇവിടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഡാമിൻ്റെ മുകളിൽ പോകാൻ പറ്റും. മുകളിൽ പോയാൽ റിസർവെയറാണ്. അവിടെ നോക്കുന്ന വ്യൂ അതിമനോഹരമാണ് ഗാർഡനിലേക്ക്. പക്ഷെ നാളെ രാത്രി ഒരു 7 മണിയോടുകൂടി ഡാമിൻ്റെ ടോപ്പ് ഇതിലുള്ള പ്രവേശനം നമ്മൾ നിരോധിച്ചിരിക്കുകയാണ്. വേറെ ഒന്നിനുമല്ല, ഒരു സമാധാനപരമായ അന്തരീക്ഷവും അതായത് ഒരു അപകട സാധ്യത കുറയ്ക്കാനായിട്ട്. നാളെ രാത്രി 9 മണിക്ക് മ്യൂസിക്കൽ ഷോ ഉണ്ട്, DJ ആണ്. അപ്പം അതിന് ഒരുപാട് ആൾക്കാർ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അധികം യുവാക്കൾ വരുന്നുണ്ട്. അതോടൊപ്പം ഫാമിലീസിനും എൻജോയ് ചെയ്യാൻ പറ്റണം. ഒരുപാട് ഫാമിലീസ് വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം സമാധാനപരമായിട്ട് ഇത് ഒന്ന് ആസ്വദിക്കണമെങ്കിൽ അപകട സാധ്യത കുറച്ച്, അക്രമം ഇല്ലാതെ എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഒരു സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ, സ്റ്റേജ് എന്ന് പറയുമ്പോൾ അറിയാം, ആ സ്റ്റേജ് നിൽക്കുന്ന സ്ഥലം വളരെ വിശാലമായ ഏരിയയാണ്. ഒരു ഗ്രൗണ്ട് പോലാണ്, സെൻട്രൽ ഗാർഡനാണ്. എല്ലാവരും സെൻട്രൽ ഗാർഡനിലേക്ക് വരിക. അവിടെ നമുക്ക് എല്ലാ സുരക്ഷാ ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ആറുണ്ട്, നെയ്യാറും കനാലും ഇടയ്ക്കാണ് ഈ ഭാഗം വരുന്നത്. അപ്പം നെയ്യാറിൻ്റെ സൈഡിൽ ബാരിക്കേഡിങ് ചെയ്യുന്നുണ്ട്, ഒരു അപകട സാധ്യത കുറയ്ക്കാൻ. അത് മുളകൾ വെച്ച് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ മാക്സിമം പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം എക്സ്ട്രാ പോലീസ് ഫോഴ്സിനെ വിന്യസിക്കുന്നുണ്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് രാത്രി 1 മണി വരെയാണ് ആഘോഷം. എന്ന് പറയുമ്പോൾ ഒരു പുതുവർഷ പുലരിയിലേക്ക് കടന്ന് ഒരു 1 മണി വരെയുള്ള ആഘോഷം കഴിഞ്ഞിട്ട് സമാധാനപരമായിട്ട് വീട്ടിൽ പോകുന്ന അന്തരീക്ഷം ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ എനിക്ക് പ്രധാനമായും തോന്നുന്നത്, കാരണം ഇത്രയും ഒരു സുരക്ഷാ സംവിധാനമൊക്കെ നമ്മൾ ഒരുക്കുന്നത് ഈ ആഘോഷം വളരെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഒരു തുടക്കമാണെങ്കിലും നല്ലൊരു ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഉണ്ട്. അതെ. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണല്ലോ നാളെ. അപ്പോൾ മറ്റ് കലാപരിപാടികളും അതനുസരിച്ച് തന്നെയാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. നാളത്തെ കലാപരിപാടികൾ കൂടി എന്തൊക്കെയാണെന്ന് നാളെ ഒരു ഗാനമേള ഇതിനകത്തല്ലാതെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാനമേളയുണ്ട്. 6 മണി മുതൽ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 6 മണി മുതൽ ഈ ദൃശ്യവിരുന്ന് ഒരുക്കുകയാണ്. 9 മണി മുതലാണ് DJ ഉള്ളത്. അപ്പം ഇവിടെ വരുന്നവർ മിക്കവാറും ഒരു 4 മണിക്ക് സമയത്ത് എത്തുകയാണെങ്കിൽ ഡാമിലെല്ലാം കറങ്ങി കണ്ട് 6 മണി മുതൽ സ്റ്റേജിലെ കലാപരിപാടികൾ കണ്ട് രാത്രി 1 മണി വരെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഈ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർ നമുക്കിപ്പം നാളത്തേക്ക് ഈ സീറ്റിംഗ് ക്രമീകരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? കുറച്ചുകൂടി വിപുലമാക്കാൻ കുറച്ചുകൂടെ സീറ്റുകളും ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ 250 സീറ്റ്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനൊരു 3 ദിവസം മുമ്പ് നടന്ന ഒരു നീലപ്പട എന്ന ബാൻഡിൻ്റെ ഒരു ഫ്യൂഷൻ ഞങ്ങൾ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ആൾക്കാർ 2 മണിക്കൂർ മുമ്പ് തന്നെ വന്നിട്ട് സീറ്റൊക്കെ റിസർവ് ചെയ്ത് ഗാർഡനിലൊക്കെ ആയിട്ട് എല്ലാം ഇരുന്നൊരു തിങ്ങി നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു ആ നീലപ്പടയുടെ പരിപാടിക്ക്. അപ്പോൾ നാളെ ന്യൂ ഇയർ ഈവ് ആയതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ചെയർസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു ആൾക്ക് ഇരിക്കാനായിട്ട്. നല്ലൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിരക്കിനെ നിയന്ത്രിക്കാനും ആൾക്കാർക്ക് സമാധാനപരമായ അന്തരീക്ഷത്തിനും വേണ്ടിയിട്ട് ഇതിൽ ഈ നമ്മൾ സ്ത്രീജനങ്ങളുടെ സുരക്ഷ
അതും പ്രധാനമാണ്. അപ്പം ഇവർക്കൊരു പ്രത്യേകിച്ച് ഒരു ഏരിയ കൊടുക്കണം എന്നൊരു ആലോചനയുണ്ട്. ഇപ്പം മിക്സ് ആവാതെ നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക്. നമ്മളൊരു ലിംഗസമത്വത്തിൻ്റെ സമയമാണ്. പിന്നെ വേർതിരിവിനോട് പറയുന്നതല്ല. ഇവിടെ നമുക്ക് വേണ്ടത് സുരക്ഷയാണ്. സ്ത്രീ സുരക്ഷ വേണം, അതേസമയം എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു ഏരിയ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഡാൻസോ എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തു വയ്ക്കുന്നുണ്ട്. നമ്മൾ സുരക്ഷാ ക്രമീകരണം കൃത്യമായിട്ടുണ്ട്. പോലീസ് ഫോഴ്സ് ഉണ്ട്, ബാരിക്കേഡിംഗ് ഉണ്ട്, എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ കാണും. ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം കൊണ്ടൊന്നൊരു വിജയകരമായ തിരുവെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ആശയങ്ങൾ നമ്മളിവിടെ എല്ലാം കാണുന്നതാണ്. ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ക്രിസ്മസ് ആഘോഷവും ഒരു വലിയ മാറ്റമാണ്. നമുക്ക് എന്തായാലും ഈ പുതിയ മാറ്റം ആസ്വദിക്കാം.